പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നവംബർ 2-ാം തീയതി സകല മരിച്ച വിശ്വാസികളെയും ഓർമ്മിക്കുന്ന ദിവസം. എൻ്റെ മരണമിങ്ങടുത്തെത്തിയിട്ടുണ്ടെന്നുള്ള ഓർമ്മയിൽ ജീവിതമൊന്ന് ഒരുക്കി നിർത്താനായി സ്വർഗം നമ്മൾക്ക് വാണിംഗ് തരുന്ന ദിവസം. അത് നെഗറ്റീവായിട്ട് എടുക്കണ്ട. വാണിംഗ് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ തരുന്ന ദിവസം. അത്രയ്ക്ക് സ്നേഹത്തോടുകൂടെ മരണത്തെ കാത്തിരുന്ന ചിലരൊക്കെയുണ്ട്. നമ്മുടെ വിവേകാനന്ദൻ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ളൊരു സ്വാമിജിയൊക്കെ ഉണ്ടല്ലോ. പുള്ളിക്കാരനെ ചിക്കാഗോയിൽ പോയി പ്രസംഗമൊക്കെ നടത്തി ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു മനുഷ്യനായി 32-ാമത്തെ വയസ്സിൽ തിരിച്ചു വരുന്നു. ആളെ കാണാനില്ല. മീഡിയക്കാരെ മുഴുവൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവസാനം ഒരു പർണശാല കെട്ടി ഒരു പുഴത്തീരത്തിരുന്ന് ധ്യാന നിമഗ്നനായിരിക്കുന്ന വിവേകാനന്ദനെ കാണുന്നു. എല്ലാവരും ചെന്ന് ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് വൈറലായിട്ടുള്ള അങ്ങ്, അന്ന് ആ വാക്കൊക്കെ ഉണ്ടോയെന്നറിയില്ല, ഇത്രയ്ക്ക് പ്രശസ്തനായ അങ്ങ് ലോകം മുഴുവൻ അന്വേഷിക്കുന്ന നേരത്ത് ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മരണത്തെ ധ്യാനിക്കുകയാണ്. 1000 കുഴലുകൾക്കിടയിൽ കിടന്ന് ICUവിൽ കിടന്ന് ധ്യാനിക്കേണ്ട കാര്യമല്ല മരണമെന്ന് ഈ 2-ാം തീയതി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മരിച്ചു പോയവരെല്ലാവരും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, ഒരിക്കൽ ഇങ്ങനെ കർത്താവിങ്കിലേക്ക് വരാനുള്ള ഒരുക്കം നടത്തണമെന്ന്. നമുക്ക് വല്ലാതെ സങ്കടപ്പെടുത്തുന്നൊരു കാര്യമായിട്ട് മരണം മാറുന്നതിൻ്റെ കാരണം ഇതാണെന്ന്. പ്രിയപ്പെട്ടവർ പലരും മരിച്ചു പോയതിൻ്റെ സങ്കടത്തിലും വേദനയിലും ഇപ്പോഴും കണ്ണീരുമായാതെ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഒരുപാടുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഇതാണ്, എന്നാലും പറയാതെ പോയല്ലോ നീ. അൺഎക്സ്പെക്റ്റഡായിട്ട് പ്രിയപ്പെട്ടവരിൽ ആരൊക്കെയോ ഇങ്ങനെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ വേദനയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഒരു മരണം. കൂടെ ഉണ്ടാവുമെന്നാണ് കരുതിയത്. എല്ലാ കാലത്തും ഒപ്പമുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിരുന്നവർ, ആഗ്രഹിച്ചിരുന്നവർ പറയാതെയും അറിയിക്കാതെയും കടന്നു പോകുമ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കാന്നല്ലാതെ, നിസ്സഹായതയോടുകൂടെ നോക്കി നിൽക്കാന്നല്ലാതെ വേറെ വഴിയില്ല നമുക്ക്. അതിനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കണോ പോസിറ്റീവായിട്ട് എടുക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്കും. ഒരു മടങ്ങിപ്പോക്ക് അത്യാവശ്യമാണ്. എല്ലാവർക്കും മടങ്ങിപ്പോയേ പറ്റുള്ളൂ. ധൂളി എങ്ങനെയാണോ അതിൻ്റെ ഉറവിടമായിട്ടുള്ള മണ്ണിലേക്ക് മടങ്ങുന്നത്, അതുപോലെ ആത്മാവ് തൻ്റെ ദാതാവായിട്ടുള്ള ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോയിരിക്കും. അത് പോകാതെ പറ്റില്ല. കാരണം അതിൻ്റെ ലക്ഷ്യം അതാണ്, അതിനെത്തിച്ചേരേണ്ട ഇടം അതാണ്. അവിടെ എത്തിച്ചേരുന്നത് വരെ കർത്താവ് എൻ്റെ ആത്മാവ് എത്ര അസ്വസ്ഥമാകുന്നു എന്നൊക്കെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ കർത്താവെ എൻ്റെ അന്തരംഗം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ആത്മാവ് തേടുന്ന ആ ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണമെന്നറിയണം നമ്മൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ സ്വസ്ഥരാണെന്നുള്ള ചിന്തയിൽ ഒന്ന് പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് പഠിച്ചു തുടങ്ങണമെന്നേ. ഈ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചത് അങ്ങനെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന കുറച്ച് പേരോടാണ് കൂടുതലും. അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു പോയിന്റിലെത്തുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ വല്ലാതെ സ്വസ്ഥരാവുന്നത് കാണുന്നുണ്ട്. വേറൊന്നുമല്ല പറയണത്, ദേ ആർ ഹാപ്പി ദെയർ. മരിച്ചുപോയ ഒരാളെക്കുറിച്ച് നമ്മൾ പറയും, അപ്പനവിടെ ഹാപ്പിയാണ്, അമ്മയ്ക്ക് അവിടെ കുഴപ്പമില്ല, മക്കളവിടെ ഹാപ്പിയാണ്, അനുജൻ ഹാപ്പിയാണ്, കൂട്ടുകാരൻ അവിടെ ഹാപ്പിയാണ്. അത്രയും നേരം നിരാശയോടുകൂടെ മാത്രം, ആ ടോണിൽ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നവരുടെ ആ നിരാശ അങ്ങോട്ട് മാറിക്കിട്ടുന്നുണ്ട്. കണ്ണുകളിൽ നിറഞ്ഞിരുന്ന ഈ കണ്ണീർ തുള്ളികൾ പതിയെ മായുന്നുണ്ട്. അവരവിടെ ഹാപ്പിയാണോ? ദെൻ ഐ ആം ഓക്കെ. അവരവിടെ ഹാപ്പിയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ തിരിച്ചു പോകുന്നുവെന്നും ആ കർത്താവിൻ്റെ കൂടെ ആ മാലാഖമാരുടെ ഒപ്പം വിശുദ്ധരുടെ ഒപ്പം അവരവിടെ ഹാപ്പിയാണെന്ന്, അവർ സന്തോഷമുള്ളവരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു സ്വസ്ഥതയുണ്ട്. വളരെ പ്രശസ്തനായൊരു മനുഷ്യരാണ്. എഴുത്തുകളിലൂടെ ആളുടെ പേരോർക്കുന്നില്ല എങ്കിലും അയാളുടെ മകൻ മരിച്ചു പോകുന്നു. ആ മകൻ മരിച്ചെന്ന് മുതൽ ഇത്തിരി ഭക്ഷണം പോലും കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാതെ, രാത്രി ഉറക്കമില്ലാതെ ഈ മനുഷ്യൻ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ഒരു രാത്രിയിൽ
അയാൾക്ക് ഒരു സ്വപ്നം ഉണ്ടാവുന്നു. അതോടുകൂടി ആ മനുഷ്യൻ സ്വസ്ഥമായിട്ട് ആ രാത്രി മുഴുവൻ കിടന്നുറങ്ങുന്നു. വെളുപ്പിനെ എഴുന്നേക്കാനൊക്കെ വൈകുന്നുണ്ട്. ഭാര്യ അത്ഭുതത്തോടെയാണ് നോക്കിക്കൊണ്ടിരിക്കണേ. പിറ്റേ ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ചിരുന്നുള്ള സന്തോഷത്തോടുകൂടെയുള്ളൊരു ഡൈനിങ് അത്. ഭാര്യ ചോദിക്കുന്നത്, എന്താ പറ്റിയത്? എൻ്റെ മകൻ, എൻ്റെ ഓമനക്കുട്ടൻ എന്ന് പറയണേ, അവൻ ക്രിസ്തുവിൻ്റെ മടിയിലിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ, സങ്കടപ്പെടുന്നേ? ഈ പോയിരിക്കുന്നത് കർത്താവിൻ്റെ അടുത്തേക്കാണെന്ന്, അവിടെ അവർ ഹാപ്പിയാണെന്ന് ഉറപ്പ് കിട്ടുന്നതോടുകൂടെ ഈ മരണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തയൊക്കെ ഒന്ന് മാറിക്കിട്ടും നമുക്ക്. മാമ്പഴം എന്ന് പറയുന്ന കവിത പഠിച്ചിട്ട് കാലം കുറയായി എങ്കിലും ഇന്നും അതിൻ്റെ ഒരു അവസാനം വളരെ പരിഹാസരൂപേണ കവി എഴുതി വയ്ക്കുന്ന ആ വരികൾ മറക്കാൻ പറ്റില്ല. വാനവർക്കാരോമലായി പാരിനെക്കുറിച്ചുദാസീനനായി ക്രീഡാരസലീനനായി അവൻ വാഴുകെ. ഈ അമ്മയുടെ മകൻ മരിച്ചതിൻ്റെ സങ്കടത്തിൽ അവന് കൊടുക്കാൻ പറ്റാതിരുന്ന മാമ്പഴം എടുത്ത് കണ്ണീരോടുകൂടെ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ മകനെക്കുറിച്ച് കവി എഴുതുകയാണ്, വാനവർക്കാരോമലായി, മാലാഖമാരുടെ പ്രിയപ്പെട്ടവനായി ഈ ലോകത്തെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, ഈ ലോകത്തിൽ ജീവിക്കുന്നവരെക്കുറിച്ച് ഇങ്ങനെ ദുഃഖകരമായ ഒരു ചിന്തയുമില്ലാതെ കളിച്ചും ചിരിച്ചും അവൻ ആ സ്വർഗത്തിൽ വാഴുന്ന നേരത്തെ ഇവിടെ എന്തിനാണ് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കരച്ചിൽ മാറാനായിട്ടുള്ള ഒറ്റ കാര്യം ഇതാണ്, ദേ ആർ ഹാപ്പി ദെയർ. അവരവിടെ ഹാപ്പിയാണെന്നേ. മരിച്ചു പോയവരൊക്കെ കർത്താവിൻ്റെ കൂടെ വളരെ ഹാപ്പിയാണ്. ഈ ബോധ്യമൊക്കെ കിട്ടുന്നത് വചനത്തിൽ നിന്ന് തന്നെ. ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റണതിൻ്റെ കാരണം ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മളിതൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയതിൻ്റെ സങ്കടത്തിൽ കല്ലറയ്ക്ക് മുൻപിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയോടാണ് കർത്താവ് ചോദിക്കുന്നത്, സ്ത്രീയെ നീ കരയണത് എന്തിനാ? ഇതിനപ്പുറത്തേക്കുള്ള ജീവിതത്തിലേക്ക് ഞാനിത പ്രവേശിച്ചിരിക്കുകയാണ്, പിന്നെ നീ കരയണത് എന്തിനാ? എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് ഈ പറഞ്ഞതുപോലെ നിരാശയുടെ സംസാരങ്ങളാണ്. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരു മരിച്ചുപോയതിൻ്റെ വേദനയിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിരുന്നില്ലേ? ചോദ്യം. കുരിശിൽ കിടക്കുന്ന നല്ല കള്ളനെന്ന് നമ്മൾ വിളിക്കുന്ന ആ മനുഷ്യനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മരണം നിത്യജീവനിലേക്ക് തുറക്കപ്പെടുന്ന വാതിലാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൊടുത്തിട്ടാണ് കർത്താവ് ആ മനുഷ്യനോട് പറയണത്, ഇപ്പോൾ എന്നോടുകൂടെ ആയിരിക്കുന്നത് പോലെ ഈ രാത്രിയിൽ നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. കർത്താവ് മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത ആ വചനങ്ങളോടുകൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കണം. ഇവിടെ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥലമൊരുങ്ങിക്കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും, നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. കാരണം ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കണം. കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് ഈ ദേഹം വിട്ടു പോയേ പറ്റുള്ളൂ. എനിക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ വേണം, സ്വർഗത്തിൽ പോവുകയും വേണം, മരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എൻ്റെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിൽ ഈശോയുടെ കൂടെ ഇരിക്കണം, എന്നാൽ അവരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നും അവസാനിക്കുന്നില്ലെന്നേ. ഈ മരണത്തോടുകൂടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. KGF പറയണത് പോലെ ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഈ മരണത്തിനപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഭവനം, നമുക്ക് വേണ്ടി കണ്ണിമയ്ക്കാതെ സ്നേഹപൂർവ്വം നമ്മളെ ക്ഷണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദൈവം. അങ്ങോട്ടേക്ക് ദൈവത്തിൻ്റെ കരം പിടിച്ചൊരാൾ സ്വന്തം വീട്ടിലേക്ക് യാത്രയാകുമ്പോൾ കരഞ്ഞുകൊണ്ട് അവരുടെ വഴിമുടക്കുകയല്ലല്ലോ ചെയ്യണ്ടേ, പ്രാർത്ഥനയോടെ അവർക്ക് ബലം കൊടുക്കുകയല്ലേ ചെയ്യണ്ടേ. എന്നെ കാത്തിരിക്കുന്ന ആ ഭവനത്തിലേക്ക് കർത്താവ് ഇനി എത്ര നാളെന്നുള്ള കൊതിയോടും ആഗ്രഹത്തോടും കൂടെ ഒന്ന് കാത്തിരിക്കുകയല്ലേ ചെയ്യണ്ടേ. മരണം ഒന്നിൻ്റെ അവസാനമല്ല, ഒന്നും അവസാനിക്കുന്നില്ലെന്നേ. ഇനിയാണ് കഥ തുടങ്ങുന്നത്. മരണം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന വലിയ സാധ്യതയാണത്. സ്വർഗം, ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതം, അത് വേണ്ടേ നമുക്ക്? തമ്പുരാനോട് പ്രാർത്ഥിക്കാം, ഈശോയെ, ഈ ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുന്നിടത്തോളം കാലം ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ അങ്ങിൽ നിന്ന് അകന്നിരിക്കുകയാണെന്നുള്ള അപ്പോസ്തലൻ്റെ വചനം ഞാൻ ഓർക്കുന്നു. അങ്ങയോട് ചേർന്നിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. മരണം ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനല്ല, നേരെ മറിച്ച് മരണം എന്നെ അങ്ങിലേക്ക് അടുപ്പിക്കുമെങ്കിൽ ആ മരണം ഇനി എന്ന് വരുമെന്നുള്ള കൊതിയോടുകൂടെ ഒരുങ്ങിക്കാത്തിരിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന അപേക്ഷയോട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കും.
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകം മരിച്ചെന്ന് വിധിയെഴുതിയ പലരും സ്വർഗത്തിൽ ഇങ്ങനെ ജീവനോടുകൂടെ സന്തോഷിച്ചു നിൽക്കുമ്പോൾ ഇവിടെ ജീവിക്കുന്നുവെന്ന് മനുഷ്യർ പറയുന്ന നമ്മളിൽ പലരും മരിച്ചവരെ കണക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മരിച്ചുപോയെന്ന് പറയുന്നവരുടെ ഓർമ്മയിൽ നമ്മളിങ്ങനെ വല്ലാതെ മരവിച്ചവരെ പോലെ ജീവിക്കുമ്പോൾ അറിയണം അവരവിടെ സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ കൂടെയാണ്. ആ ഒരു പ്രത്യാശയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ, മരിച്ചവരെ കണക്കുള്ള നമ്മുടെ ജീവിതത്തെ ജീവനുള്ളതാക്കി മാറ്റിയേക്കും. ഉറപ്പായിട്ടും ജീവനുള്ളതാക്കി മാറ്റിയേക്കും. എല്ലാ വർഷവും ഈസ്റ്റർ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് കർത്താവിനോടുകൂടെ പ്രിയപ്പെട്ടവരെ, മരിച്ച പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിളിച്ചു പറയണ നമുക്ക് ഒരാൾ മരിച്ചു പോയതിൻ്റെ പേരിൽ കാലങ്ങളോളം സങ്കടപ്പെട്ടും പദം പറഞ്ഞും ഇരിക്കാനായിട്ടുള്ള അവകാശം ഇല്ലെന്നേ. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിലുണ്ടെന്ന്, എൻ്റെ മരണം കൊണ്ട് ഞാൻ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നുവെന്ന് ഈ ലോകത്തോട് മരണത്തെക്കുറിച്ച് പ്രത്യാശയോടെ സുവിശേഷം പറയാനുള്ള നിയോഗമുണ്ടെന്നറിയണം. കർത്താവെ, അതിന് ഞങ്ങളെ ഈ രാത്രിയിൽ മരിച്ചു പോയാലും ഞാൻ തയ്യാറാണ് തമ്പുരാനെ എന്നുള്ള ഒരുക്കത്തോടുകൂടെ ഉറക്കത്തിലേക്ക് പോകാൻ അനുഗ്രഹിക്കണേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് കിടക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.